ആദ്യത്തെ രണ്ടെണ്ണം ക്ലിയർ ആയി എനിക്കറിയാം. അവസാനത്തെ ഭാഗം nth ഓർഡറിന്റെ കേസ് എടുക്കുമ്പോൾ അതൊന്ന് വലുതാക്കിയിട്ട് എഴുതി തരാം. എന്താ വരിക? nth ഓർഡർ ആണെങ്കിൽ R = എന്താ വരിക? K × കോൺസെൻട്രേഷൻ ഓഫ് R raised to n. അപ്പൊ കെയുടെയാണ് കാണുന്നത്. അപ്പൊ R / കോൺസെൻട്രേഷൻ ഓഫ് R raised to n. അപ്പൊ K = ആറിന്റെ യൂണിറ്റ് എന്താണ്? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസെൻട്രേഷൻ ആണ്. അതിന്റെ യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ ഇൻവേഴ്സ് ഓൾ റേസ് ടു എന്താണ്? n ആണ്. അപ്പൊ എന്താ വരിക? K = മോൾ ലിറ്റർ ഇൻവേഴ്സ് ഉണ്ട്, സെക്കൻഡ് ഇൻവേഴ്സ് ഉണ്ട് ബൈ അടിയിലോ മോൾ റേസ് ടു n വരും. പിന്നെയോ L റേസ് ടു -n വരും. ശരിയല്ലേ? ഇനി അടിയിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്താ വരിക? K = മുകളിൽ ആരാണുള്ളത്? മോൾ ഉണ്ട്, ലിറ്റർ ഇൻവേഴ്സ് ഉണ്ട്, സെക്കൻഡ് ഇൻവേഴ്സ് ഉണ്ട്. ഈ മോൾ റേസ് ടു n മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? മോൾ റേസ് ടു -n ആവും. അടിയിൽ കിടക്കുന്ന L റേസ് ടു -n മുകളിലേക്ക് പോകുമ്പോൾ L റേസ് ടു n ആവും. ശരിയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ K = എന്താ ഉണ്ടാവുക? ഒരു മോളുണ്ട്, ഒരു മോൾ റേസ് ടു -n ഉണ്ട്. ഗുണിക്കുമ്പോൾ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്താ വരിക? മോൾ റേസ് ടു 1 - n എന്ന് വരും. പിന്നെ ആരുള്ളത്? ഒരു L റേസ് ടു -1 ഉണ്ട്, L റേസ് ടു n ഉണ്ട്. മൾട്ടിപ്ലൈ ഗുണിക്കുമ്പോൾ പവേഴ്സ് ആഡ് ചെയ്താൽ L റേസ് ടു n - 1. പിന്നെ ആരുള്ളത്? സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് ജനറൽ ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത് കെയുടെ കേട്ടോ. ഇതാണ് ലാസ്റ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ n-ന്റെ വാല്യൂ നിങ്ങൾ 1 കൊടുത്താൽ, n-ന്റെ വാല്യൂ എത്ര കൊടുത്താൽ? 1 കൊടുത്താൽ എന്താ ഉണ്ടാവുക? 1 - 1 0. അപ്പോ അത് പോയി. 1 - 1 എന്തായി? സോറി, n-ന്റെ വാല്യൂ 1 അല്ല, 0 ഓർഡർ ആണെങ്കിൽ n-ന്റെ വാല്യൂ 0 കൊടുക്കുക. അപ്പൊ n ഇവിടെ 0 ആയി, ഇതും 0 ആയി. അപ്പൊ ഉത്തരം എന്ത് വരും? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇനിയോ n-ന്റെ വാല്യൂ നിങ്ങൾ 1 കൊടുത്താൽ, n-ന്റെ വാല്യൂ എത്ര കൊടുത്താൽ? 1 കൊടുത്താൽ 1 - 1 അത് 0 ആയി പോയി, 1 - 1 അതും 0 ആയി പോയി. ബാക്കി ഉത്തരം സെക്കൻഡ് ഇൻവേഴ്സ്. ഇത് 0 ഓർഡറിന്റെയും ഇത് ഏതിന്റെയാ? ഫസ്റ്റ് ഓർഡറിന്റെയും. ശരിയല്ലേ? ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഏതെങ്കിലും വീണ്ടും പറയണമെങ്കിൽ അതും കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഓർഡർ കാണാനായിട്ട് ചോദിക്കും, യൂണിറ്റ് ഒക്കെ ചോദിക്കും. ജനറൽ എക്സ്പ്രസ് ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. വൺസ് മോർ. ഓക്കെ, നിഹാൽ ഇവിടെ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഓർഡറിന്റെ 0 ഓർഡറിന്റെ നമ്മൾ ഇന്നലെ കണ്ടെത്തി, ഫസ്റ്റ് ഓർഡറിന്റെ ഇന്നലെ കണ്ടെത്തി, സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്ക് ജനറൽ ഈക്വേഷൻ ഉണ്ട്. നീ ഇപ്പൊ വേറെ ഒന്നും നോക്കണ്ട, ഈ ജനറൽ ഈക്വേഷൻ പഠിക്കുക. എന്താണ് ആ ജനറൽ ഈക്വേഷൻ? ജനറൽ ആയിട്ടുള്ള ഈക്വേഷൻ ഇതാണ് ജനറൽ ഈക്വേഷൻ. മോൾ 1 - n L raised to n - 1 S raised to -1. ഇതാണ് ജനറൽ ഈക്വേഷൻ. ഈ ഈക്വേഷന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? നിഹാൽ ശ്രദ്ധിച്ചോ, ഇതാണ് ജനറൽ ഈക്വേഷൻ. യൂണിറ്റ് കാണാനുള്ള ജനറൽ ഈക്വേഷൻ ആണ് ഇത്. ഇപ്പൊ നിന്നോട് ചോദിക്കുകയാണ് 0 ഓർഡറിന്റെ യൂണിറ്റ് ഏതാണ്? 0 ഓർഡറിന്റെ യൂണിറ്റ് ഏതാ ചോദിച്ചാൽ നീ n-ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കുക? 0 കൊടുക്കുക. അപ്പൊ n-ന്റെ സ്ഥാനത്ത് 0 ആയി. 1 - 0 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പൊ എന്താ? മോൾ വരും. പിന്നെയോ ഇവിടെ 0 കൊടുത്താൽ 0 - 1 അപ്പൊ L raised to -1 S raised to -1. ഇതല്ലേ നമ്മുടെ 0 ഓർഡറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി n-ന്റെ നിന്നോട് ചോദിക്കുകയാണ് ഫസ്റ്റ് ഓർഡറിന്റെ കാണാൻ. അപ്പൊ n-ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കുക? 1 കൊടുക്കുക. 1 കൊടുത്താൽ എന്താ ഉണ്ടാവുക? 1 - 1 0. അപ്പൊ അത് പോയി. 1 - 1 0 അത് പോയി. പവർ ഒക്കെ 1 ആയിട്ട് പോവാ. അപ്പൊ ഉത്തരം ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? സെക്കൻഡ് ഇൻവേഴ്സ്. ഇത് ഏതിന്റെയാണ്? ഫസ്റ്റ് ഓർഡറിന്റെയാണ്. ഇത് ഏതിന്റെയാണ്? 0 ഓർഡറിന്റെ. അപ്പൊ മനസ്സിലാക്കുക. നിഹാൽ ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻ പഠിക്കുക. ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഓർഡറിന്റെയും യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നിഹാൽ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്.
ഇനിയൊരു ഡെറിവേഷൻസിന്റെ സെക്ഷനാണ് നമുക്കിനി പറയാനുള്ളത്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എഴുതി കൊടുക്കുക. ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഓർ ഈക്വേഷൻ രണ്ടും പറയാറുണ്ട്. ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. എല്ലാവരും എഴുതി കൊടുക്കുക. ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഓർ ഈക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം കേട്ടോ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഓർ ഈക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. ഓക്കെ ബാക്കിയുള്ളവർ കുറച്ച് ആൾക്കാരെ കമന്റ്സ് കൂടി വരാനുണ്ട്. ഓക്കെ ഷമീമ ഓക്കെ. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഫുള്ള് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഏതെങ്കിലും സ്റ്റെപ്പിൽ സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് പറയാട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താ എഴുതിയിരിക്കുന്നത്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ അല്ലെങ്കിൽ ഈക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഈക്വേഷൻ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ അല്ലെങ്കിൽ ഈക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ. ഓരോ സ്റ്റെപ്പുകളായിട്ട് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഒരു റിയാക്ഷൻ നമ്മൾ എടുക്കുന്നു, R gives P. ഒരു റിയാക്ഷൻ നമ്മൾ എടുക്കുന്നു, R gives P. ഇടയ്ക്ക് സ്റ്റെക്ക് ആവുന്നു, അശ്വിൻ രാജ് നെറ്റിന്റെ വിഷയമാവുന്നു. ഇപ്പോൾ R gives P. R gives P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടൻസ് ഒക്കെ എന്തായിട്ട് കൺവേർട്ട് ആവുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. റിയാക്ടൻസ് ഒക്കെ എന്തായിട്ട് കൺവേർട്ട് ആവുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. റിയാക്ടൻസ് ആർ കൺവേർട്ടഡ് ഇൻടു പ്രൊഡക്ട്സ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേറ്റ് നമ്മൾ എങ്ങനെ എഴുതാം? നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിട്ടില്ലേ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? എന്താ വരിക? മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ എന്ത് വരും? dt. ശരിയല്ലേ? അതിനെ നമ്മൾ ഈക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ശരിയല്ലേ? ഇനി നമ്മൾ പഠിച്ച റേറ്റിലോടെ അല്ലെങ്കിൽ റേറ്റ് ഈക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആർക്ക്? റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷന്. അപ്പൊ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ പക്ഷെ തന്നിരിക്കുന്നത് സീറോ ഓർഡർ റിയാക്ഷന്റെ അല്ലേ കാണുന്നത്. അപ്പൊ പവർ എന്ത് കൊടുക്കണം? 0 എന്ന് കൊടുക്കണം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ R ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R റേസ് ടു 0 എന്ന് വരും. നമ്മൾ സ്ഥിരം എഴുതാറുള്ള പോലെ A പ്ലസ് B ഗീവ്സ് P എന്ന് എഴുതുമ്പോൾ നമ്മളായിട്ട് റേറ്റ് ഈക്വേഷൻ എഴുതാറില്ലേ? എങ്ങനെയാ? R പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് എഴുതും. എന്നിട്ട് R ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B നമ്മൾ എഴുതും. അതേപോലെ ഞാനിവിടെ എന്ത് ചെയ്തു? R ഗീവ്സ് P എന്ന് പറയുന്നതാണ് റിയാക്ഷൻ. അതിൽ ആറിന്റെ ഇക്വേഷൻ മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി ആണ്. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി റേറ്റിലോ ഇക്വേഷൻ എഴുതുമ്പോൾ ആർ പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആർ. എന്തുകൊണ്ടാണ് ഞാൻ മുകളിൽ 0 ഇട്ടത്? നമ്മൾ പഠിക്കുന്നത് ഏത് ഓർഡർ റിയാക്ഷനെ കുറിച്ചിട്ടാണ്? സീറോ ഓർഡർ റിയാക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ ആർ പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു 0. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ എന്ത് വരും? കെ വരും. കോൺസ്റ്റന്റ്, റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു 0. കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ പവർ 0 ആണെങ്കിൽ ഉത്തരം എന്താ? 1 ആണ്. അപ്പൊ എനിക്ക് ആർ ഈക്വൽ ടു കെ എന്ന് എഴുതിക്കൂടെ? ആർ ഈക്വൽ ടു കെ എന്ന് എഴുതിക്കൂടെ? കാരണം ഇതിന്റെ വാല്യൂ എത്രയായി പോയി? 1 ആയി പോയി. ഈക്വേഷൻ നമ്പർ എത്ര വന്നു? 2. ഈക്വേഷൻ നമ്പർ എത്ര വന്നു? 2. ഈക്വേഷൻ 1ന്റെ ലെഫ്റ്റ് സൈഡിലും റേറ്റ് ആണ്, ഈക്വേഷൻ 2ന്റെ ലെഫ്റ്റ് സൈഡിലും എന്താണ്? റേറ്റ് ആണ്. സോ ഇതും കൂടി എനിക്ക് ഈക്വേറ്റ് ചെയ്തുകൂടെ? അത് പറയുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി. റിയാക്ടൻസ് എന്തായിട്ട് മാറുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ റേറ്റിന്റെ ഫോർമുല എന്താ വരിക? മൈനസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും ആദ്യം, മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി. ഈക്വേഷൻ നമ്പർ 1. ഇനി റേറ്റ് ലോ പ്രകാരമുള്ള ഈക്വേഷൻ എഴുതുമ്പോൾ ആർ പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു 0 എന്ന് എഴുതി. എന്തുകൊണ്ടാണ് 0 എഴുതിയത്? സീറോ ഓർഡർ റിയാക്ഷനെയാണ് പഠിക്കുന്നത്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ കെ വരും. അപ്പൊ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു 0 വരും. ആർ റേസ് ടു 0 1 ആണ്. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും? കെ എന്ന് വരും. ശരിയല്ലേ? ഈക്വേഷൻ 1ഉം ഈക്വേഷൻ 2 സെയിം ആണ്. കാരണം രണ്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ ഏതാണുള്ളത്? ആർ ആണുള്ളത്. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാവരും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഓക്കെ, എങ്കിൽ തെറ്റാതെ എഴുതിയെടുക്കുക. കൺസിഡർ എ റിയാക്ഷൻ, consider a reaction, consider a reaction R gives P, R gives P. വൺസ് മോർ പറയുന്നുണ്ട്, ആരാണ്? തീർത്ത. ഓക്കെ, തീർത്ത പറയാം. എഴുതിച്ചോ, കൺസിഡർ റിയാക്ഷൻ ആർ ഗീവ്സ് പി. തീർത്ത അവിടെ നോക്കിക്കോ, റിയാക്ടൻസ് എന്തായിട്ട് മാറുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ആ റിയാക്ഷൻ നമ്മൾ എടുത്തു. നീ ഇന്നത്തെ ക്ലാസ്സിൽ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടാണത്, ഇന്നത്തെ ക്ലാസ് മിസ്സായിട്ടാണ്. ഓക്കെ, നോക്കാം. ഒരു ഭാഷ കൂടി പറയാൻ നോക്കിക്കോളൂ. റേറ്റ് ഈക്വേഷൻ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആവറേജ് റേറ്റും ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റും ഉണ്ട്. ഒരു നെല്ലിക്കയുടെയും ഒരു ആപ്പിളിന്റെ ഒക്കെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞില്ലേ? അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതുമ്പോൾ മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി, ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ടു 0 എന്ന് എഴുതി. കാരണം നമ്മൾ പഠിക്കുന്നത് 0 ഓർഡർ റിയാക്ഷൻ ആണ്. പ്രൊപ്പോർഷൻ ആയിട്ട് മാറ്റുമ്പോൾ കെ വരും. അപ്പൊ കെ ഇൻറ്റു ആർ ഈസ് ടു 0, ആർ ഈസ് ടു 0 1 ആണ്. അപ്പൊ ആ സമയം എഴുതി കെ എഴുതി. ഇക്വേഷൻ 2ന്റെ ലെഫ്റ്റ് സൈഡിലും 6 ആണ്, ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് സൈഡിലും 6 ആണ്. അതിനകത്ത് ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതിച്ചോളൂ ഇതുവരെ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ തീർത്താ ക്ലിയർ ആണോ? എഴുതിച്ചോളൂ എല്ലാവരും. അതുവരെ എഴുതി വെക്കുക കേട്ടോ. എഴുതി കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യാം. തീർത്ത കേൾക്കുന്നുണ്ടോ? തീർത്ത എഴുതി കഴിഞ്ഞാൽ കമന്റ് ചെയ്യണേ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ ചെയ്യാൻ പോണത് എന്താണ്? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ഞാൻ ഈക്വേറ്റ് ചെയ്യാൻ പോവുകയാണേ. നോക്കിക്കോളൂ, ഇത് സമയം ഇത്. അപ്പൊ എന്താ വരിക? മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി സമം ഇവിടെ ആരാണുള്ളത്? കെ ആണുള്ളത്. ശരിയല്ലേ? ഇതും കൂടി ഞാൻ ഈക്വേറ്റ് ചെയ്തു. ഇതിന്റെ വലതുവശത്ത് മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി ആണുള്ളത്, ഇതിന്റെ വയസ്സിൽ ആരാണുള്ളത്? കെ ആണുള്ളത്. ഇനി ഞാൻ ഡി ടിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എന്ത് വരും? മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ സമം, ഇവിടെ ഓൾറെഡി കെ ഉണ്ട്, ഈ ഡി ടി അങ്ങോട്ട് വരുമ്പോൾ കെ ഇൻറ്റു എന്ത് വരും? ഡി ടി എന്ന് വരും. എന്താണ്? ക്ലാരിറ്റി കുറഞ്ഞല്ലോ. എന്താണോ? നോക്കി നോക്കാം, റേഞ്ചിന്റെ വിഷയം നോക്കി നോക്കൂ കേട്ടോ. മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി സമം കെ, ഇതും കൂടി നമ്മൾ ഈക്വേറ്റ് ചെയ്തു. എന്നിട്ട് ഡി ടിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ സമം എന്ത് വരും? കെ ഇൻറ്റു ഡി ടി എന്ന് വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പേ എഴുതി വെച്ചോളൂ, ഈക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 2. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, എഴുതിച്ചോളൂ, ഈക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 2. ഇപ്പൊ സ്റ്റെക്ക് ആണോ? ഇപ്പൊ സ്റ്റെക്ക് ആവില്ലല്ലോ. ഇപ്പൊ ഓക്കെ ഉണ്ടാവുമല്ലോ. സ്റ്റെക്കാണ്. ഒരു മിനിറ്റ്, ഒന്ന് റീഷെഡ്യൂൾ ചെയ്യാം.
കേൾക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവരും കൂടി ഒന്ന് ജോയിൻ ചെയ്യട്ടെ. 1 മിനിറ്റ്. ഓക്കെ, ഓക്കെ. അപ്പൊ നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ എന്താ ചെയ്തത്, ഈക്വേഷൻ 1ഉം ഈക്വേഷൻ 2ഉം കൂടി ഞാൻ എന്ത് ചെയ്തു, ഈക്വേറ്റ് ചെയ്തു. അതാണ് ഞാൻ ചെയ്തത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്ത് ചെയ്യാൻ പോവാണ്, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഡി പോലെ ഡിഫറൻഷിയേഷന്റെ സാധനമല്ല, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടില്ലേ, ഇന്റഗ്രേഷൻ ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ, അല്ലെങ്കിൽ ഡിഫറൻഷിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് ഇന്റഗ്രേഷൻ. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡി പോയി കിട്ടും, മൈനസ് ഡി എടുത്ത ഡി പോയി കിട്ടും, ബാക്കി ആറുള്ള സാധനം മാത്രമേ എഴുതാം. അപ്പൊ മൈനസ് ആർ എന്ന് കിട്ടും, മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ മാത്രമേ കിട്ടുള്ളൂ. സമം എന്താ വരിക, കെ കോൺസ്റ്റന്റ് ആണ്, അതുപോലെ എഴുതി ഡി ടിയുടെ ഇന്റഗ്രേഷൻ എന്താ, ടി ആണ്. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വരും, അപ്പൊ പ്ലസ് സി എന്ന് പറയും, പ്ലസ് സി. ഒന്നുകൂടി പറയാം, ചില ആൾക്കാർക്ക് കയറിയിട്ടാവില്ല, ഒന്നുകൂടി പറയാം. എന്താണ്, വീണ്ടും സ്റ്റക്ക് ആവുന്നു, എന്താണെന്ന് റേഞ്ചിന്റെ വിഷയമാണ്. ബാക്കിയുള്ളവർക്ക് എന്താ സ്റ്റക്ക് ആണോ, ബാക്കിയുള്ളവർക്കൊന്ന് സ്റ്റക്ക് ആണോ, ഒന്ന് കമന്റ് ചെയ്തേ. അല്ല, അപ്പൊ അവിടുത്തെ വിഷയാവും, അവിടുത്തെ വിഷയാവും കേട്ടോ, നോക്കി നോക്കൂ. അല്ല, ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ. ചില ആൾക്കാർക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. ഗായത്രി നോക്കി നോക്ക്, റേഞ്ചിന് വിഷയാവും. ഇവിടെ നോക്കി നോക്ക്, ഇവിടെ ഓക്കെയാണ്. ഇവിടെ നോക്കിക്കോളൂ. അപ്പൊ എന്താ വരിക, മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ സമം കെ ഡി ടി. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഡി പോയി, ബാക്കി ആരേ ഉണ്ടാവുള്ളൂ, മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ മാത്രമേ വരുള്ളൂ. സമം കെ കോൺസ്റ്റന്റ് ആണ്, അതുപോലെ എഴുതി ഡി ടിയുടെ ഇന്റഗ്രേഷൻ എന്താ, ടി. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്ലസ് സി ഇടണം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്തിടണം, പ്ലസ് സി ഇടണം. ദാറ്റ് ഈസ് അവർ തേർഡ് ഈക്വേഷൻ. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഈക്വേഷൻ. എഴുതി വെച്ചോളൂ. ഇന്റഗ്രേറ്റിംഗ്, അതുവരെ എഴുതി കേട്ടോ. ഇന്റഗ്രേറ്റിംഗ് മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈക്വൽ ടു കെ ടി പ്ലസ് സി, കെ ടി പ്ലസ് സി എന്ന് വരും. സൗണ്ട് ക്ലിയർ അല്ല റിൻസിയ. മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈക്വൽ ടു കെ ടി പ്ലസ് സി. മനസ്സിലായില്ല, അതിനെ നോക്കാം, ഞാൻ പറയാം. ബാക്കി രണ്ടാൾക്കാർ കൊണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. സൗണ്ട് കേൾക്കാനില്ലേ, ഒന്ന് പറഞ്ഞെല്ലാവരും. സൗണ്ട് കേൾക്കാനില്ലേ, ഞാൻ പറയുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? യെസ് ഉണ്ടല്ലോ, ഷമീം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ വിഷയമാവും ഗായത്രി, റിൻസിയ സൗണ്ടിൻ്റെ കേട്ടോ, മഞ്ഞ. ഓക്കെ, ഈ ഇന്റഗ്രേഷനെ നിങ്ങൾ സെക്കൻഡ് ഇയർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തൽക്കാലം ഇത് ചെയ്യാം. ഫിസിക്സിലും മാത്സിലും ഒക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഇന്റഗ്രേഷൻ. ഒന്നുകൂടി പറയാം, മനുഷ്യൻ രാജ്യം ഇവിടെ നോക്കിക്കോ. അപ്പൊ തൽക്കാലം ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. കാരണം അത് പറയണമെങ്കിൽ കുറേ പറയണം. ഇന്റഗ്രേഷൻ പറയുകയാണെങ്കിൽ ഫിസിക്സിലും നമുക്ക് ആവശ്യമുണ്ട്, കെമിസ്ട്രിയിലും നമുക്ക് ആവശ്യമുണ്ട്. ഒന്നുകൂടി പറയാം. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇന്റഗ്രേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് ഡിഫറൻഷിയേഷൻ. ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷനാണ് ഈ വർഷം മാത്സിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു കേക്ക് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇയർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വലിയ കഷ്ണത്തെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് ഏതാണ്?
ഒരു വലിയ കേക്ക് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് ഏതാ? ഡിഫറൻഷിയേഷൻ. ആ കഷ്ണമൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് വലുതാക്കുന്നത് ഏതാ? ഇന്റഗ്രേഷൻ. ശരിയല്ലേ? സാമ്പാറിന്റെ കഷ്ണം മുറിക്കുന്നത് ഡിഫറൻഷിയേഷൻ ആണ്. ആ കഷ്ണമൊക്കെ കൂടി ചേർത്ത് സാമ്പാർ ഉണ്ടാക്കുന്നത് ഏതാ? ഇന്റഗ്രേഷൻ ആണ്. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നത് ഡിഫറൻഷിയേഷൻ. ബർത്ത്ഡേ കേക്ക് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ കഴിക്കുന്നത് ഇന്റഗ്രേഷൻ. ക്ലിയർ ആയോ? അപ്പോ ഒറ്റ കാര്യം, ഡി കണ്ടാൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഡിഫറൻഷിയേഷനെ സൂചിപ്പിക്കുന്നു. ഡി എന്ന് പറയുന്ന ലെറ്റർ കണ്ടാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിഫറൻഷിയേഷനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉടനെ ഈ ഡി പോയി. എവിടെ ഡി കാണുന്നോ അയാളെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആ ഡി പോവും. തൽക്കാലം അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഡി ഉദാഹരണമായിട്ട് ഡി എക്സ് എന്നുള്ളതിനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഉത്തരം എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഡി ഡബ്ല്യുവിനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഉത്തരം എന്തായിരിക്കും? ഡബ്ല്യു ആയിരിക്കും. അപ്പൊ ഡി കോൺസെൻട്രേഷൻ ഓഫ് ആറിനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഉത്തരം എന്തായിരിക്കും? ആർ ആയിരിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ ഈ പറഞ്ഞ ക്ലിയർ ആയോ? ബാക്കി അവിടെ കട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ ക്ലിയർ ആയോ? അതിന് ആരോ വലിയൊരു കമന്റ്, ഞാൻ ക്ലാസ്സിൽ റേഞ്ച് പ്രോബ്ലം ഓക്കെ അപ്ലോഡ് ചെയ്തരാം കേട്ടോ. അപ്പോ ആർ ഈക്വൽ ടു, ഇപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ അത് മനസ്സിലായി. സമം, ഇവിടെ കെ കോൺസ്റ്റന്റ് ആണ്, അതിനൊരു മാറ്റവും ഇല്ല. ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പറഞ്ഞ പോലെ ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡബ്ല്യു, ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ്, അപ്പൊ ഡി ടിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ? ടി. അപ്പൊ കെ ടി പ്ലസ് ഒരു സി എപ്പോഴും നമ്മൾ ഇടണം. അത് എന്തുകൊണ്ട് ഇടും നിങ്ങൾ മാത്സിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒരു കോൺസ്റ്റന്റ് അവിടെ എപ്പോഴും വരും. എന്ത് റിസൾട്ടിനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താലും പ്ലസ് എന്ത് ഇടണം? സി ഇടണം. എന്താണ് ജിഷാന? ആർ അല്ലേ എന്നോ? ആർ അല്ലേ? എനിക്ക് മനസ്സിലായില്ല. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഇതാണ്, ആറാണ് ഉദ്ദേശിക്കണേ കേട്ടോ. ജിഷാന എന്താ നീ ചോദിച്ചത്? ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. എന്താ ആർ അല്ലേ എന്ന് ചോദിച്ചു ജിഷാന. മൈനസ് ആർ. സോറി മൈനസ് ആർ. ഓക്കെ മൈനസ് ആർ കേട്ടോ. മൈനസ് എന്ന് പറയുന്നത് ഡിയുടെ പുറത്ത് കിടക്കുന്ന മൈനസ് ആണ്. ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. സോ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്തിട്ട് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞുതരാം, നോക്കിക്കോ. ഈ ഡി ടിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ സമം കെ ഇൻറ്റു ഡി ടി എന്ന് വരും. ശരിയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡും എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ലെഫ്റ്റ് സൈഡിൽ മൈനസ് അതുപോലെ എഴുതി. ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ്, ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡബ്ല്യു, അപ്പൊ ഡി ആറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഏതാ? ആറ് മൈനസ് ആർ, കോൺസെൻട്രേഷൻ ഓഫ് ആർ സമം കെ അതുപോലെ എഴുതി. ഡി ടിയുടെ ഇന്റഗ്രേഷൻ എന്താ? ഡി ആറിന്റെ ഇന്റഗ്രേഷൻ ആർ ആണെങ്കിൽ ഡി ടിയുടെ ഇന്റഗ്രേഷൻ എന്താ? ടി പ്ലസ് എന്ത്? സി. എന്ത് ഇന്റഗ്രേഷൻ കിട്ടിയ റിസൾട്ടിനോടൊപ്പവും നിങ്ങൾ എന്തിടണം? പ്ലസ് സി എന്നിടണം. സി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ എങ്കിൽ നിങ്ങൾ അതുവരെ എഴുതിക്കൂ. ഇന്റഗ്രേഷനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ ബോധർ ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പഠിക്കാണ്ട് ഇന്റഗ്രേഷൻ ഈ വർഷം 5 ചാപ്റ്റർ ഒക്കെ ഉണ്ട് ഇന്റഗ്രേഷൻ്റെ അണ്ടറിൽ വരുന്നത്. സോ ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട, ഇതുവരെ എഴുതി വയ്ക്കാം. കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം. കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക. യെസ്, ഓക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ കിടക്കുന്ന മൂന്നാമത്തെ ഇക്വേഷനിൽ ഒരു സി കിടക്കുന്നുണ്ട്. ആ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എന്താ ഞാൻ പറഞ്ഞത്? മൂന്നാമത്തെ ഇക്വേഷനിൽ എന്ത് കിടക്കുന്നുണ്ട്? ഒരു സി കിടക്കുന്നുണ്ട്. ആ സിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ആ സിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനായിട്ട് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്യും.
ഇനീഷ്യൽ കണ്ടീഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. ടൈം 0 ആവുന്ന സമയത്ത് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R0 ആയിട്ട് കണക്കാക്കും. 0 ടൈമിന്റെ വാല്യൂ എത്ര വരുമ്പോൾ 0 വരുമ്പോൾ ആറിന്റെ വാല്യൂ R0 ആയിട്ട് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. നമ്മുടെ ആവശ്യം എന്താണ്? ഇപ്പൊ നമ്മളിവിടെ സി എഴുതി, ആ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യും. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടൈം എത്രയാവുമ്പോൾ 0 ആവുമ്പോൾ ആറിന്റെ വാല്യൂ എത്രയായിരിക്കും R0 ആയിട്ട് അപ്ലൈ ചെയ്യണം. ഈ രണ്ട് വാല്യൂസും കൂടിയിട്ട് ഈ ഇക്വേഷനിൽ കൊടുക്കുക. എന്താ വരിക? മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആറിന്റെ സ്ഥാനത്ത് R0 കൊടുക്കാനല്ലേ പറഞ്ഞത്. അപ്പൊ ആറിന്റെ ഈ ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? R0 സമം കെ അതുപോലെ എഴുതി. ടി ആണ് പിന്നെ കിടക്കുന്നത്. ടി എത്രയാ? 0. അപ്പൊ കെ ഇൻറ്റു 0 പ്ലസ് ബാക്കി ആരേ ഉള്ളൂ? സി ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇത് 0 ആയി പോയി. അപ്പൊ സി എന്ന് പറഞ്ഞാൽ ബാക്കി ഇതേ ഉള്ളൂ, മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R0 എന്നാണ് വരിക. പറഞ്ഞു മനസ്സിലായോ? ഒന്നുകൂടി പറയാം. അപ്പൊ അവസാനം എഴുതിയ കിട്ടിയ ഈക്വേഷനിൽ നിന്ന് നമുക്ക് ഏതിന്റെ വാല്യൂ കാണണം? സിയുടെ വാല്യൂ കാണണം. അത് കാണുവാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടിയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കുക? 0. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് എത്ര? R0. ടി 0 ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ആറിന്റെ വാല്യൂ ആണ് R0. ഈ വാല്യൂ കൂടിയിട്ട് ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പൊ മൈനസ് കോൺസെൻട്രേഷൻ ആറാണ് കിടക്കുന്നത്. ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? R0 സമം കെ ഇൻറ്റു ടി. ടി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ കെ ഇൻറ്റു 0 പ്ലസ് എന്ത്? സി. കെ ഇൻറ്റു 0 പറഞ്ഞാൽ സി അല്ലേ? സോറി 0 അല്ലേ? കെ ഇൻറ്റു 0 പറഞ്ഞാൽ ഇത് പോയി. ബാക്കി സി സമയം എത്ര വരും? മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് വരും. ഈക്വേഷൻ നമ്പർ എത്ര വന്നു? 4. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, എങ്കിൽ എഴുതി വെച്ചോളൂ. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് ഡെറിവേഷൻ ചെയ്യാണ്ടത്. എങ്കിൽ തെറ്റാതെ അതുവരെ എഴുതി വയ്ക്കാം. വൺസ് മോർ കിരൺ ഇവിടെ ശ്രദ്ധിച്ചോ. ഈ ആറിന്റെ ഈ ഇക്വേഷനിൽ നമുക്ക് സിയുടെ വാല്യൂ കാണുകയാണ് വേണ്ടത്. എങ്ങനെ ചെയ്യാം? ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ഇനീഷ്യൽ കണ്ടീഷൻ പറഞ്ഞാൽ ടി 0 ആവുന്ന സമയത്ത് ആറിന്റെ വാല്യൂ എത്രയായിരിക്കും? R0 ആയിരിക്കും. അപ്പൊ ടിയുടെ സ്ഥാനത്ത് 0യും ആറിന്റെ സ്ഥാനത്ത് R0യും കൊടുക്കുക. അപ്പൊ ടിയുടെ സ്ഥാനത്ത് ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാനാ പറഞ്ഞത്? R0. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് ഞാൻ R0 കൊടുത്തു. അപ്പൊ ഈ 6 മാറിയിട്ട് ഇവിടെ എന്തായി? R0 സമം പിന്നെ ഇവിടെ കിടക്കുന്നത് കെ ടി ആണ്. അപ്പൊ കെ ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് 0. അപ്പൊ കെ ഇൻറ്റു 0 പ്ലസ് ആരുണ്ട്? സിയും. ഇത് 0 ആയി പോയി. പിന്നെ സി സമയം എത്ര വരിക? മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R0. കിരൺ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യൂ. എഴുതി കഴിഞ്ഞവരൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ. എഴുതി കഴിഞ്ഞവർ ഗായത്രി ഇപ്പൊ ജോയിൻ ചെയ്ത്, ഗായത്രി ഇപ്പൊ രണ്ടാമത് ലൈനിൽ ജോയിൻ ചെയ്ത്, മനസ്സിലായോ? ഓക്കെ 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 ശരി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കുക. ഇനി എന്റെ ആവശ്യം ഈ കിടക്കുന്ന സിയുടെ ഈ വാല്യൂ എടുത്തിട്ട് ഈ സിയുടെ സ്ഥാനത്ത് കൊടുക്കണം. അതായത് നാലാമത്തെ ഇക്വേഷനിൽ നമുക്ക് സിക്ക് ഒരു വാല്യൂ കിട്ടിയില്ലേ? ഈ നാലാമത്തെ വാല്യൂന്ന് തീർക്കാം. നാലാമത്തെ വാല്യൂന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഈ സിയുടെ വാല്യൂ മൂന്നാമത്തെ ഇക്വേഷനിലെ സിയുടെ വാല്യൂ കൊടുക്കണം. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ ഇവിടെ മോഡിഫിക്ക് ഒന്നും കൂടി എഴുതാം. മൂന്നാമത്തെ ഇക്വേഷൻ കിടക്കുന്നത് എന്താ? മൂന്നാമത്തെ ഇക്വേഷൻ കിടക്കുന്നത് എന്താ? മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ സമം കെ ടി പ്ലസ് സി എന്ന് പറയുന്നതല്ലേ നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ആ മൂന്നാമത്തെ ഇക്വേഷനിൽ സിയുടെ സ്ഥാനത്തേക്ക് ഈ വാല്യൂ കൊടുക്കുക. അപ്പൊ എന്താ വരിക? മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ അതുപോലെ കെ ടിയും അതുപോലെ സിയുടെ സ്ഥാനത്തേക്ക് എന്ത് കൊടുക്കാം? നമുക്ക് മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് കൊടുക്കാം. മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? മൂന്നാമത്തെ ഇക്വേഷനിലെ ഈ സിയുടെ സ്ഥാനത്തേക്ക് ഈ സിയുടെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് വരും? മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ സമം
കെ ടി പ്ലസ് എന്നുള്ളടത്ത് പ്ലസ് സി മൈനസ് ആയതുകൊണ്ട് എന്ത് വരും? മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് വരും. ശരിയല്ലേ? ഇനിയോ ഈ മൈനസ് അടങ്ങിയ ടേമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. മൈനസ് അടങ്ങിയ ടേമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിന് മുമ്പ് ആ സ്റ്റെപ്പ് എഴുതി വെച്ചോളൂ. ഓക്കെ. ഇനി ഈ മൈനസ് അടങ്ങിയ ടേമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്താ വരിക? ഈ മൈനസ് ഇങ്ങോട്ട് വന്നാൽ എന്തായി? പ്ലസ് ആയി. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് R0 ഇവിടെ ഓൾറെഡി ആരുണ്ട്? മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R ഉണ്ട്. സമം എന്താണ് വരിക? കെ ടി. ശരിയല്ലേ? നമുക്ക് കെനെ അവിടെ നിർത്താൻ ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താ വരിക? കെ ഈക്വൽ ടു ഇവിടെ ആരുള്ളത്? കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R whole divided by T അടിയിലേക്ക് വന്നാൽ that is the last equation. This is the integrated rate equation for first order reaction. First order reaction കേസിലുള്ള integrated rate equation ആണ് കിട്ടിയത്. അവസാനത്തെ സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയാം. സിയുടെ സ്ഥാനത്ത് ഞാൻ വാല്യൂ കൊടുത്തു. ഈ സാധനത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ വന്നു. കെനെ അവിടെ നിർത്തി ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ കെ ഈക്വൽ ടു R0 മൈനസ് R ബൈ ടി എന്ന് കിട്ടും. മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാവരും. ഓക്കെ ഓക്കെ ഓക്കെ. എങ്കിൽ തെറ്റാതെ എഴുതിരിക്കുക കേട്ടോ. തെറ്റാതെ എഴുതിരിക്കുക. മനസ്സിലായി അഭിറാം? തെറ്റാതെ എഴുതിരിക്കുക കേട്ടോ. ലാസ്റ്റ് കിട്ടിയ ഉത്തരത്തിനെ ഇതിലാക്കുക. എഴുതി കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം കേട്ടോ. ഫിനിഷ്. ഓക്കെ ഫൈഹ, വെരി ഗുഡ്. ശരി. ഇനി ഒന്ന് റഫായിട്ട് പെട്ടെന്ന് ഒന്ന് നമുക്കിതൊന്ന് എഴുതി വെക്കാം കാണാതെ. നിങ്ങൾ എഴുതൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എഴുതുന്നേക്ക് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എന്താ കാണുന്നത്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഈക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ആണ് കാണുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ എങ്ങനെ ചെയ്യാം? റേറ്റിന്റെ നമ്മൾ ഈക്വേഷൻ എഴുതും. R ഈക്വൽ ടു ഇവിടെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. R gives P. റേറ്റ് ഈക്വേഷൻ എഴുതാം. മൈനസ് ബി കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ഡി ടി ഈക്വേഷൻ നമ്പർ 1. പിന്നെ നമ്മുടെ റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എന്ത് വരും? R റേസ് ടു 0 വരും, കാരണം സീറോ ഓർഡർ ആണ്. അപ്പൊ R ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R റേസ് ടു 0 ഈക്വേഷൻ നമ്പർ ആയിട്ടില്ല. R റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ R ഈക്വൽ ടു K, അതിന് ഈക്വേഷൻ നമ്പർ 2. ഈക്വേഷൻ 1ഉം ഈക്വേഷൻ 2ന്റെ ലെഫ്റ്റ് സൈഡിൽ R ആണ്. അത് രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്യാം. എന്ത് വരും? മൈനസ് ബി കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ഡി ടി സമം എന്ത് വരും? K. ഡി ടിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. മൈനസ് ബി കോൺസെൻട്രേഷൻ ഓഫ് R സമം K ഡി ടി. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞു. ഡി പോവും. മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R സമം K ടി. എപ്പോ വന്നാലും സി ഇടണം എന്ന് പറഞ്ഞു. ഈക്വേഷൻ നമ്പർ 3. ഇനി സി കണ്ടെത്തണം. അതിനായിട്ട് ഇനീഷ്യൽ കണ്ടീഷൻ ടി സമം 0 ആകുമ്പോൾ R സമം R0 ഇത് രണ്ടും കൊടുക്കുക. മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആറിന്റെ സ്ഥാനത്ത് R0 സമം K ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് 0 പ്ലസ് സി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സി കിട്ടും. സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R0. ഈ സിയുടെ വാല്യൂ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R സമം K T മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R0. മൈനസിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R ഈക്വൽ ടു K T. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? K സമം എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R ബൈ. ക്ലിയർ ആണോ? എല്ലാവരും ഒന്നും കൂടി കമന്റ് ചെയ്യൂ.
3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഏതെങ്കിലും സ്റ്റെപ്പിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ 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 ഓക്കെ. സോ ദിസ് ഈസ് കോൾഡ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ അല്ലെങ്കിൽ ഈക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിലുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഈക്വേഷൻ ആണ് കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും എക്സാമിന് വരാറുള്ളതാണ്, ഓർത്തിരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇതേ ഹെഡിങ് തന്നെ സീറോ ഓർഡർ മാറ്റിയിട്ട് ഫസ്റ്റ് ഓർഡർ നടക്കുക. ഹെഡിങ് കൊടുക്കുക, ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ അല്ലെങ്കിൽ ഈക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഓർ equation for first order reaction. ഓക്കെ, ഒന്ന് ഇതാണ് നമുക്ക് അടുത്ത് കാണാനുള്ളത്. എന്താ കാണുന്നത്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ അല്ലെങ്കിൽ ഈക്വേഷൻ ഫോർ എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിലുള്ള ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് ആദ്യം മുതൽ തന്നെ മിസ് ആവും കേട്ടോ. ഒന്ന് എപ്പോൾ ലിങ്ക് അയക്കാം.
കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളേ. ഓക്കെ, ശരി. അപ്പോൾ നോക്കിക്കോളൂ, ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഫോർ എന്താണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ എന്ന് പറയുന്നതാണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമാലിറ്റി തന്നെയാണ് ഇവിടെയും നമുക്ക് ഫോളോ ചെയ്യാനുള്ളത്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്നോളൂ. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ സ്ഥിരം കൺസിഡർ ചെയ്യാനുള്ള റിയാക്ഷൻ ആർ ഗീവ്സ് പി, ശരിയല്ലേ? ഏറ്റവും ആദ്യം റേറ്റിന്റെ ഇക്വേഷൻ ഇതിൽ കൂടെ എന്താ, മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി. അവിടെ ഒന്നും മാറ്റില്ല, ഇക്വേഷൻ നമ്പർ 1. ഇനിയോ അടുത്തത് നമ്മൾ എന്താ, ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ ആർ പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു 0 ആണ് നമ്മൾ നേരത്തെ എഴുതിയത്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചത് ഏതാ, 0 ഓർഡർ റിയാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ വെറുതെ എഴുതിയാൽ മതി, പവർ ഒന്നും എഴുതണ്ട. ഒന്നും എഴുതിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, 1 ആണ്. അപ്പൊ ആർ പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എന്ത് വരും, ആർ എന്ന് വരും, ശരിയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരില്ലേ, കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് വരില്ലേ? അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ എത്ര കൊടുക്കാം, 2 എന്ന് കൊടുക്കാം. ഒരു ഭാഷ കൂടി പറയാം. നമുക്ക് കാണുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ ആണ്. ആർ ഗീവ്സ് പി എടുത്തു. അപ്പൊ റേറ്റിന്റെ ഇക്വേഷൻ മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി നമ്മൾ സ്ഥിരം പറയാനുള്ളത്. ആർ എന്ന് പറയുന്നത് റേറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. നേരത്തെ നമ്മൾ 0 എഴുതുക ചെയ്തത്, കാരണം 0 ഓർഡറിന്റെ കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പൊ ഫസ്റ്റ് ഓർഡർ ആണ്, അപ്പൊ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കാരണം വെറുതെ എഴുതി കഴിഞ്ഞാൽ ഒന്നും തന്നെ അർത്ഥം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ കെ എന്ന് വരും, കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എന്ത് വരും, ആർ. ഇക്വേഷൻ നമ്പർ എത്ര വന്നു, 2 വന്നു. ഇക്വേഷൻ 1ഉം 2ഉം സെയിം അല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്യല്ലേ വേണ്ടത്. സോ ഇതുവരെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. അതുവരെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, എങ്ങനെ എഴുതിച്ചോളൂ. കൺസിഡർ ദ റിയാക്ഷൻ, കൺസിഡർ ദ റിയാക്ഷൻ ആർ ഗീവ്സ് പി. കൺസിഡർ ദ റിയാക്ഷൻ R gives P. Consider the reaction R gives P. എന്നിട്ട് ഇക്വേഷൻ 2 വരെ എഴുതുക കേട്ടോ. ഇക്വേഷൻ 2 വരെ എഴുതുക. എഴുതി കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം എന്ത് ചെയ്യുക, ഈക്വേറ്റ് ചെയ്യുക. എന്താ വരിക സ്വപ്ന, എന്താ രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരിക, ഇത് സമം ഇത്. അപ്പൊ എന്ത് വരും, മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി സമം ഇവിടെ എന്ത് വരും, കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് വരും. കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ. ഒന്നുമില്ല, ഞാൻ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഈക്വേറ്റ് ചെയ്തു. ഇക്വേഷൻ 1 പറഞ്ഞാൽ ഇതാണ്, ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതും കൂടി ഈക്വേറ്റ് ചെയ്താൽ ഇതുപോലെ വരും, ശരിയല്ലേ? ഇനി ഞാൻ ചെറിയൊരു അറേഞ്ച്മെന്റ് ഇവിടെ ചെയ്യാൻ പോവാണ്. ഈ ഡി ടിനെ വലതുവശത്തേക്കും ആറിനെ ഇങ്ങോട്ടും കൊണ്ടുപോകാം. എന്താ പറഞ്ഞത്, ഈ ഡി ടിനെ റൈറ്റ് സൈഡിലേക്കും ആറിനെ ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുവരിക. എന്ത് വരും, മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഈ ആർ ഇങ്ങോട്ട് വരും, ഡി ടി അങ്ങോട്ട് പോകും. അപ്പൊ എന്താ വരിക, കോൺസെൻട്രേഷൻ ഓഫ് ആർ ഇവിടെ വരും സമം കെ ഓൾറെഡി അവിടെ ഉണ്ട്, ഈ ഡി ടി അങ്ങോട്ട് പോയാൽ കെ ഇൻറ്റു എന്ത് വരും, ഡി ടി എന്ന് വരും. ക്ലിയർ ആണോ, ഒന്ന് കമന്റ് ചെയ്യൂ. ഈ ഡി ടിനെ റൈറ്റ് സൈഡിലേക്കും കെ ആറിനെ ലെഫ്റ്റ് സൈഡിലേക്കും കൊണ്ടുവന്നു. ക്ലിയർ ആണോ, ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, വെരി ഗുഡ്. എഴുതി വെച്ചോളൂ, ഒപ്പം തന്നെ എഴുതി വെക്കോ, അപ്പൊ പിന്നെ കൺഫ്യൂഷൻ ആവില്ല. ഗായത്രി ഓക്കെ, അപ്പൊ തന്നെ എഴുതി വെച്ചോളൂ.
അശ്വിൻ രാജ്. ഓക്കെ, തെറ്റാതെ എഴുതിയിരിക്കുക. ഓക്കെ അഭിറാം. ഓക്കെ, ഇനി നോക്കിക്കോട്ടോ. ഇപ്പോ നമുക്ക് രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മാത്സിലെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, എന്നാലേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണേ, ഞാൻ ചോദിക്കാം, അതിന് ഉത്തരം പറയാം നിങ്ങൾ. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് പഠിച്ചിട്ടില്ലേ? എത്രയാ ഒന്ന് പറഞ്ഞേ മന്യ, ഒന്ന് പറഞ്ഞേ. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് മന്യ, എല്ലാവരും പറഞ്ഞു. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ്. ലിമിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. വെരി ഗുഡ്. 1/x മന്യ മാറ്റം പറഞ്ഞിട്ടുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 1/x. ശരിയല്ലേ? ഓക്കെ, ബാസിത വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എല്ലാവരും ശരിയാണ്, വെരി ഗുഡ്, ഓർമ്മയുണ്ട്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x. ഞാൻ ഇപ്പൊ നേരത്തെ നിങ്ങളോട് പറഞ്ഞ എന്താ? ഓക്കെ, നിർത്താം. ഡിഫറൻഷിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് ഇന്റഗ്രേഷൻ. ഡിഫറൻഷിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് ഇന്റഗ്രേഷൻ. അതിനർത്ഥം ഡി ബൈ ഡി എക്സ് ഓഫ് എ ചെയ്തപ്പോൾ ഉത്തരം കിട്ടിയത് ബി ആണ്. എനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് ഏതാണ്? ബി ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ബിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടണം? എ കിട്ടണം. ശരിയല്ലേ? അപ്പോഴേ ഓപ്പോസിറ്റ് ആവുള്ളൂ. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. എനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഏതാണ്? ബി ആണ്. അങ്ങനെയെങ്കിൽ ബിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഏത് കിട്ടണം? എ കിട്ടണം. മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. ഓക്കെ, വെരി ഗുഡ്. അതായത് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി, ഡിഫറൻഷിയേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ. ഡെറിവേറ്റീവ് കണ്ടു, എയുടെ ഡെറിവേറ്റീവ് കണ്ടു, അപ്പൊ ബി കിട്ടി. അങ്ങനെയാണ് ഞാൻ ബിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് ഉത്തരം എന്ത് കിട്ടണം? എ കിട്ടണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് 1/x ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് എക്സ് കിട്ടണ്ടേ? ശരിയല്ലേ? യെസ് ഓർ നോ? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പൊ 1/x ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് എക്സ് കിട്ടണ്ടേ? സേ യെസ് ഓർ നോ? യെസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിലേക്ക് വരാം. മാത്സ് പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇതിലേക്ക് വരാം. ഇതാണ് നമ്മൾ നിൽക്കുന്നത്. ഇയാളെ ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ രണ്ട് സൈഡും എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? രണ്ട് സൈഡിലും ഇന്റഗ്രൽ ചിഹ്നം കൊടുക്കാം. ഇവിടെ ഇന്റഗ്രൽ ചിഹ്നം കൊടുക്കാം, ഇവിടെ ഇന്റഗ്രൽ ചിഹ്നം കൊടുക്കാം. അപ്പൊ എന്താ വരിക? ഇന്റഗ്രൽ മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി സമം ഇവിടെയും ഇന്റഗ്രൽ ചിഹ്നം. അപ്പൊ ഇന്റഗ്രൽ കെ ഡി ടി എന്ന് വരും. ശരിയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഇന്റഗ്രൽ ഒരു മിനിറ്റ്, ഡി ടി അല്ലല്ലോ, ഇവിടെ അടിയിൽ കിടക്കുന്ന ആറല്ലേ, ഇതിനെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1/r ഇൻറ്റു, ഈ മൈനസിനെ ഞാൻ പുറത്തേക്ക് എടുത്തു, 1/r ഇൻറ്റു ഡി ആർ എന്ന് എഴുതിക്കൂടെ? ഈ കിടക്കുന്ന മൈനസിനെ ഞാൻ പുറത്തേക്ക് എടുത്തു, 1/r ഇൻറ്റു ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് എഴുതിക്കൂടെ? സമം ഇന്റഗ്രൽ കെ ഡി ടി എന്ന്. ഇന്റഗ്രൽ കെ ഡി ടി. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താ ഞാൻ പറഞ്ഞത്? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഈ പറയുന്ന ഇന്റഗ്രൽ മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ആർ സമം ഇന്റഗ്രൽ കെ ഡി ടി എന്ന് വരും. ഇനിയോ ഇതിന്ന് മൈനസിനെ ഞാൻ പുറത്തേക്ക് എടുത്തു, പിന്നെ ഇന്റഗ്രൽ ബാക്കി ആരുള്ളത്? ഒരു 1 കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് എഴുതാം, പിന്നെ ഒരു ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് എഴുതാം, സമം ഇന്റഗ്രൽ കെ ഡി ടി എന്ന് ഞാൻ എഴുതി. ഇത് രണ്ടും സെയിം ആണ്. നോക്കിയേ, മൈനസ് ഇവിടെ ഉണ്ട്, മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ മുകളിലുണ്ട്,